മലമ്പുഴ ഗവൺമെന്റ് ഐ ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജയേഷ്, മലമ്പുഴ ഗവൺമെന്റ് ഐ ടിയിലെ വയർമാൻ ട്രേഡ് ഇൻസ്ട്രക്ടറാണ്. ഇലക്ട്രീഷ്യൻ ട്രേഡിൻ്റെയും വയർമാൻ ട്രേഡിൻ്റെയും 1ാം വർഷ സിലബസിലെ ഇലുമിനേഷൻ എന്ന ചാപ്റ്ററിലെ ഏതാനും ചില ഭാഗങ്ങളെക്കുറിച്ചാണ് ഈ ഒരു പ്രസന്റേഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രസന്റേഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമുക്ക് ഈ ഒരു പ്രസന്റേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടേംസ് യൂസ്ഡ് ഇൻ ഇലുമിനേഷൻ. സെക്കൻഡ് പോയിന്റ്, സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഗുഡ് ഇലുമിനേഷൻ. തേർഡ് പോയിന്റ്, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ലോസ് ഓഫ് ഇലുമിനേഷൻ. ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പ്രസന്റേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ കണ്ടന്റ്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ഈ ചാപ്റ്ററിന്റെ ഹെഡിംഗ് ആയ ഇലുമിനേഷൻ എന്ന ടേം എന്താണെന്ന് നമുക്കൊന്ന് ചെറുതായി പരിശോധിക്കാം. ഇലക്ട്രിസിറ്റിയുടെ യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മുടെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗപ്പെടുത്തി, അതായത് ഇലക്ട്രിക് ലാമ്പുകൾ ഉപയോഗിച്ച് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ലൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ടേം ആണ് ഇലുമിനേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ പാർട്ടിനെയാണ് ഇലുമിനേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, we can discuss about light. That is, what is mean by light? അതായത് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. Light is defined as a radiant form of energy from a body which produces visual sensation on human eye. അതായത് ലൈറ്റ് നമുക്ക് വിഷ്വൽ സെൻസേഷൻ ഉണ്ടാക്കുന്ന റേഡിയന്റ് ഫോം ഓഫ് എനർജിയാണ്. അതായത് നമുക്ക് വിഷ്വൽ സെൻസേഷൻ ഉണ്ടാക്കുന്ന റേഡിയന്റ് ഫോം ഓഫ് എനർജി ആണ് ലൈറ്റ് എന്ന് പറയുന്നത്. പ്രകൃതിയിലെ ഏറ്റവും വലിയ ലൈറ്റ് സോഴ്സ് സൂര്യനാണ്. ലൈറ്റ് റേസ് വേവ് ഫോമിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇലക്ട്രിക് ലാമ്പുകളുടെ സഹായത്താൽ ഇലക്ട്രിസിറ്റി ഉപയോഗപ്പെടുത്തി നമ്മൾ പല പല ആവശ്യങ്ങൾക്കായി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇലുമിനേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസിന്റെ ഡെഫിനിഷൻസ് പരിശോധിക്കാനുണ്ട്. ഈ വേർഡുകളെല്ലാം തന്നെ ലാറ്റിൻ വേർഡുകളാണ്. ഇവ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് വൺ, ലൂമിനസ് ഫ്ലക്സ്. It is defined as the total quantity of light energy radiated per second from a luminous body in the form of light waves. അതായത് ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും ഒരു സെക്കൻഡിൽ റേഡിയേറ്റ് ചെയ്യുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ലൈറ്റ് എനർജിയെയാണ് ലൂമിനസ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ലൂമിനസ് ഫ്ലക്സിനെ റെപ്രസെന്റ് ചെയ്യാനായി ക്യാപിറ്റൽ ലെറ്റർ എഫ് അല്ലെങ്കിൽ ഫൈ എന്ന സിംബലാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ലൂമൺ ആണ് ലൂമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ്. നെക്സ്റ്റ് ഡെഫിനിഷൻ, ലൂമൺ. നമുക്കറിയാം, ലൂമൺ എന്ന് പറയുന്നത് ലൂമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണെന്ന്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ് കണ്ടെയ്ൻഡ് ഇൻ 1 സ്റ്റെറഡിയൻ ഫ്രം എ സോഴ്സ് ഓഫ് 1 കാൻഡില അറ്റ് ഇറ്റ്സ് ഫോക്കസ്. അതായത് ഒരു സ്ഫിയറിന്റെ ഫോക്കസിൽ വെച്ചിരിക്കുന്ന 1 കാൻഡില ലൂമിനസ് ഇന്റൻസിറ്റി ഉള്ള ഒരു സോഴ്സിൽ നിന്നും 1 യൂണിറ്റ് സോളിഡ് ആംഗിളിൽ ലഭ്യമാകുന്ന എമൗണ്ട് ഓഫ് ലൈറ്റിനെയാണ് ലൂമൺ എന്ന് പറയുന്നത്. ഈ കാര്യം മനസ്സിലാക്കുന്നതിനായി ഫിഗർ 1 ശ്രദ്ധിക്കുക. ചിത്രത്തിലെ സ്ഫിയറിന്റെ ഷെയ്ഡഡ് പാർട്ടിന്റെ ഏരിയ r² എന്നും സെന്റർ സിയിൽ വെച്ചിരിക്കുന്ന സോഴ്സിന്റെ ഇന്റൻസിറ്റി 1 കാൻഡില ആണെന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ ഷെയ്ഡഡ് ഏരിയ ഫോം ചെയ്ത സോളിഡ് ആംഗിൾ തീറ്റയിൽ ലഭ്യമാകുന്ന ലൈറ്റ് 1 ലൂമൺ ആയിരിക്കും.
നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രിക് ലാംപ്സിൻ്റെയും ലൈറ്റ് ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് ലൂമണിലാണ്. നമ്മൾ വാങ്ങിക്കുന്ന ഓരോ ലാമ്പിൻ്റെ കവറിലും ആ ലാമ്പിൻ്റെ ലൈറ്റ് ഔട്ട്പുട്ട് എത്ര ലൂമൺ ആണെന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, luminous intensity. The luminous intensity of a light source in a given direction is the luminous flux given out by the light source per unit solid angle. അതായത് ഒരു ലൈറ്റ് സോഴ്സിൻ്റെ ഒരു ഗിവൺ ഡയറക്ഷനിലുള്ള ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആ ലൈറ്റ് സോഴ്സ് ഓരോ യൂണിറ്റ് സോളിഡ് ആംഗിളിലേക്കും നൽകുന്ന ലൂമിനസ് ഫ്ലക്സ് ആണ്. സോളിഡ് ആംഗിൾ എന്താണെന്ന് മനസ്സിലാക്കാനായാണ് ചിത്രം കൊടുത്തിരിക്കുന്നത്. r റേഡിയസ് ഉള്ള സ്ഫിയറിൽ r² എന്ന സർഫസ് ഏരിയയ്ക്കും സെന്ററിനും ഇടയിൽ ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് യൂണിറ്റ് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്ഫിയറിന്റെ r² എന്ന സർഫസ് ഏരിയയ്ക്കും സെന്ററിനും ഇടയിൽ ഫോം ചെയ്ത ആംഗിൾ ആണ് യൂണിറ്റ് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. ലൂമിനസ് ഇന്റൻസിറ്റി റെപ്രസെന്റ് ചെയ്യാൻ ക്യാപിറ്റൽ ലെറ്റർ I ആണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡില ആണ്. നെക്സ്റ്റ് ഡെഫിനിഷൻ, കാൻഡില. നമുക്കറിയാം കാൻഡില എന്ന് പറയുന്നത് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണെന്ന്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി amount of light emitted in a given direction by a source of 1 candle power. അതായത് ഒരു കാൻഡിൽ പവർ ഇൻറ്റൻസിറ്റിയുള്ള ഒരു സോഴ്സ് ഒരു നിശ്ചിത ഡയറക്ഷനിൽ എമിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ലൈറ്റിനെയാണ് കാൻഡില എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇലുമിനൻസ് ഓർ ഇലുമിനേഷൻ. Illumination of a surface is defined as the luminous flux reaching per unit area of the surface. അതായത് ഒരു സർഫസിന്റെ ഇലുമിനേഷൻ അല്ലെങ്കിൽ ഒരു സർഫസിലെ ഇലുമിനേഷൻ എന്ന് പറയുന്നത് ആ സർഫസിന്റെ യൂണിറ്റ് ഏരിയയിൽ പതിക്കുന്ന ലൈറ്റിന്റെ അളവാണ്. E = F/A. ഇവിടെ E എന്ന് പറയുന്നത് സർഫസിന്റെ ഇലുമിനേഷൻ ആണ്. F എന്ന് പറയുന്നത് ലൂമിനസ് ഫ്ലക്സും A എന്ന് പറയുന്നത് സർഫസിന്റെ ഏരിയയുമാണ്. ഇലുമിനേഷന്റെ യൂണിറ്റ് ലൂമൺ പെർ മീറ്റർ സ്ക്വയർ അഥവാ ലക്സ് ആണ്. ഓരോ സർഫസിലെയും ഇലുമിനേഷൻ എത്രയുണ്ടെന്ന് അളക്കാനായി ലക്സ് മീറ്റർ അല്ലെങ്കിൽ ലൈറ്റ് മീറ്റർ നമുക്ക് ഉപയോഗിക്കാം. ഇലുമിനേഷനെ റെപ്രസെന്റ് ചെയ്യാനായി ക്യാപിറ്റൽ ലെറ്റർ E ആണ് ഉപയോഗിക്കുന്നത്. ഒരു പക്ഷേ ലക്സ് മീറ്റർ അല്ലെങ്കിൽ ലൈറ്റ് മീറ്റർ ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഉപയോഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ക്രിക്കറ്റ് മാച്ചുകൾക്കിടയിൽ വെളിച്ചക്കുറവുണ്ടോ എന്ന് പരിശോധിക്കാനായി അമ്പയർമാർ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത് ചില മാച്ചുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നെക്സ്റ്റ് വൺ, ലക്സ്. നമുക്കറിയാം ലക്സ് എന്ന് പറയുന്നത് ഇലുമിനേഷന്റെ യൂണിറ്റ് ആണെന്ന്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി intensity of illumination produced in the inner surface of a hollow sphere of radius 1 meter by a standard candle at the center. ഇത്രയും ഡെഫിനിഷൻസ് ആണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവ ഓരോന്നും നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ടോപ്പിക്, ഫാക്ടേഴ്സ് ടു ബി വ്യൂഡ് ഫോർ കറക്റ്റ് ഇലുമിനേഷൻ. അതായത് നമ്മൾ ഒരു ബിൽഡിങ്ങിന് ആവശ്യമായ ഇലുമിനേഷൻ സ്കീം ഡിസൈൻ ചെയ്യുമ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് പരിശോധിക്കാം. ഫസ്റ്റ് പോയിന്റ്, നേച്ചർ ഓഫ് വർക്ക്. അവിടെ ചെയ്യാൻ പോകുന്ന വർക്കിന്റെ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് അതിനാവശ്യമുള്ള സ്യൂട്ടബിൾ ലൈറ്റിംഗ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. സെക്കൻഡ് പോയിന്റ്, ഡിസൈൻ ഓഫ് അപ്പാർട്ട്മെന്റ്. അപ്പാർട്ട്മെന്റിന്റെ ഓൾറെഡി ഉള്ള ഡിസൈൻ പരിഗണിച്ചുകൊണ്ടായിരിക്കണം
ഇലുമിനേഷൻ സ്കീം ഡിസൈൻ ചെയ്യേണ്ടത്. The design of apartment must be kept in view while planning scheme for illumination. Third point, cost. It is an important factor which should be considered while designing an illumination scheme for particular purpose. അതായത് ഒരു പ്രത്യേക ഇലുമിനേഷൻ സ്കീം ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ചിലവ് എത്രത്തോളം വരുമെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. Fourth one, maintenance factor. While planning illumination, it should also be kept in view the amount of reduction of light due to accumulation of dust or smoke on the surface of light and after how much period cleanliness is required. അതായത് നമ്മൾ ഒരു ബിൽഡിങ്ങിൽ സ്ഥാപിക്കുന്ന ലൈറ്റുകളിൽ പൊടിയും പുകയും അക്യുമുലേറ്റ് ചെയ്ത് ലൈറ്റിലുണ്ടാകുന്ന കുറവും എത്ര കാലത്തിനുള്ളിൽ ക്ലീനിങ് ആവശ്യമാണെന്ന കാര്യവും ഇലുമിനേഷൻ സ്കീം ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്. ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഓരോ ബിൽഡിങ്ങിലെയും ഇലുമിനേഷൻ സ്കീമിന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട് കൺസിഡർ ചെയ്യേണ്ടവ. അടുത്തതായി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് ഇലുമിനേഷൻ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒരു ഇലുമിനേഷൻ സോഴ്സിന് അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സിന് ഉണ്ടായിരിക്കേണ്ട പ്രോപ്പർട്ടീസ് താഴെ പറയുന്നവയാണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് ലൈറ്റ്. അതായത് സോഴ്സിന് മതിയായ വെട്ടം ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, ഇറ്റ് ഷുഡ് നോട്ട് സ്ട്രൈക്ക് ദി ഐസ്. അതായത് കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ കണ്ണിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കത്തക്ക രീതിയിൽ ഉള്ള സോഴ്സ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. തേർഡ് വൺ, ഇറ്റ് ഷുഡ് നോട്ട് പ്രൊഡ്യൂസ് ഗ്ലെയർനെസ് ഇൻ ദി ഐസ്. അതായത് ലൈറ്റ് സോഴ്സ് നിഴൽ പ്രൊഡ്യൂസ് ചെയ്യാത്ത രീതിയിലുള്ളതായിരിക്കണം. ഫോർത്ത് വൺ, ഇറ്റ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ് അറ്റ് സച്ച് എ പ്ലേസ് ദാറ്റ് ഇറ്റ് ഗിവ് യൂണിഫോം ലൈറ്റ്. യൂണിഫോം ആയി ലൈറ്റ് കിട്ടത്തക്ക പൊസിഷനിലായിരിക്കണം സോഴ്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഫിഫ്ത്ത് പോയിന്റ്, ഇറ്റ് ഷുഡ് ബി ഓഫ് കറക്റ്റ് സൈസ് ആസ് നീഡഡ്. ആവശ്യാനുസരണമുള്ള സൈസ് ഉള്ളതായിരിക്കണം നമ്മുടെ ലൈറ്റ് സോഴ്സ്. സിക്സ്ത് വൺ, ഇറ്റ് ഷുഡ് ഹാവ് സ്യൂട്ടബിൾ ഷെയ്ഡ്സ് ആൻഡ് റിഫ്ലക്റ്റേഴ്സ്. ലൈറ്റ് സോഴ്സ് ഹാവിങ് ഷെയ്ഡ് ആൻഡ് റിഫ്ലക്റ്റേഴ്സ്. അതായത് ലൈറ്റ് സോഴ്സിനോടൊപ്പം ആവശ്യമായ ഷെയ്ഡും റിഫ്ലക്റ്റേഴ്സും ഉണ്ടായിരിക്കണം. ദീസ് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ഇലുമിനേഷൻ സ്കീം. നെക്സ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ഓഫ് ഗുഡ് ഇലുമിനേഷൻ. ഒരു നല്ല ഇലുമിനേഷൻ സ്കീം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഇൻക്രീസസ് പ്രൊഡക്ഷൻ ഇൻ ദി വർക്ക്ഷോപ്പ്. ഒരു വർക്ക്ഷോപ്പിലെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ഗുഡ് ഇലുമിനേഷൻ സഹായിക്കുന്നു. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് റെഡ്യൂസസ് ദി ചാൻസസ് ഓഫ് ആക്സിഡൻറ്റ്സ്. ഒരു വർക്ക്ഷോപ്പിലെ ഗുഡ് ഇലുമിനേഷൻ ആ വർക്ക്ഷോപ്പിൽ ആക്സിഡൻറ്റ് കുറയ്ക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നു. നമുക്കറിയാം, വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ മറ്റു ബിൽഡിങ്ങിലോ മതിയായ വെളിച്ചം ഇല്ലെങ്കിൽ അത് ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത വർദ്ധിപ്പിക്കും. തേർഡ് പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് സ്ട്രെയിൻ ദി ഐസ്. പ്രോപ്പറായിട്ടുള്ള ഇലുമിനേഷൻ ഉണ്ടെങ്കിൽ, ഗുഡ് ഇലുമിനേഷൻ ആണെങ്കിൽ നമ്മുടെ കണ്ണിന് ഒരിക്കലും സ്ട്രെയിൻ ഉണ്ടാവുകയില്ല. ഫോർത്ത് പോയിന്റ്, ഇറ്റ് റെഡ്യൂസസ് ദി വേസ്റ്റേജ് ഓർ ലോസ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ നഷ്ടവും വേസ്റ്റേജും കുറയ്ക്കാൻ ഗുഡ് ഇലുമിനേഷൻ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇൻക്രീസസ് ദി ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഓഫ് ദി ബിൽഡിംഗ്. ഒരു ഡെക്കറേഷൻ, ഇൻറ്റീരിയർ ഡെക്കറേഷൻ, ഒരു ബിൽഡിങ്ങിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ വർദ്ധിപ്പിക്കാൻ ഇത് സഹായകമാണ്. ഗുഡ് ഇലുമിനേഷൻ സഹായിക്കുന്നു. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഗീവ്സ് സ്മൂത്തിങ് എഫക്റ്റ് ടു മൈൻഡ്. നമ്മുടെ മനസ്സിന് തന്നെ ഒരു കുളിർമ നൽകും. അതായത് ഒരു ബിൽഡിങ്ങിലെ ഗുഡ് ഇലുമിനേഷൻ നമ്മുടെ മനസ്സിന് തന്നെ ഒരു കുളിർമ നൽകും.
ഇത്രയും പോയിന്റുകളാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഗുഡ് ഇലുമിനേഷൻ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. നെക്സ്റ്റ് ടോപ്പിക്, laws of illumination. We have two laws related with the illumination. First one, inverse square law, and second one, Lambert's cosine law. ആദ്യമായി നമുക്ക് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്താണെന്ന് പരിശോധിക്കാം. ഈ ലോ പ്രകാരം illumination of a surface is inversely proportional to the square of the distance between the source and surface. The distance between the source and the surface is sufficiently large. അതായത് ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും സർഫസിന് പെർപെൻഡിക്കുലർ ആയി ലൈറ്റ് വരുന്ന സാഹചര്യത്തിൽ ആ സർഫസിലെ ഇലുമിനേഷൻ ലൈറ്റ് സോഴ്സിനും സർഫസിനും ഇടയിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് വിപരീതാനുപാതത്തിലായിരിക്കും. മാത്തമാറ്റിക്കലി വി ക്യാൻ സേ E equal to illumination E equal to I by R square, where I equal to luminous intensity of light source in candela and R equal to distance between light source and surface in meters. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഓരോ സർഫസിലെയും ഇലുമിനേഷൻ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ലാംബേർട്സ് കൊസൈൻ ലോ. ഇലുമിനേഷനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ നിയമമാണിത്. ലാംബേർട്സ് കൊസൈൻ ലോ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത് ഒരു സർഫസിലേക്ക് ഇൻക്ലൈൻഡായി ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സിൽ നിന്നും ലൈറ്റ് റേസ് വരുന്ന സാഹചര്യത്തിലാണ്. ഇത്തരം സാഹചര്യത്തിൽ സർഫസിലെ ഇലുമിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായാണ് ലാംബേർട്സ് കൊസൈൻ ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ലാംബേർട്സ് കൊസൈൻ ലോ മനസ്സിലാക്കാനായി ഫിഗർ 3 ശ്രദ്ധിക്കുക. ഫിഗർ 3ലെ പൊസിഷൻ 1ൽ കാണിച്ചിരിക്കുന്ന സർഫസ് ഇൻസിഡന്റ് ലൈറ്റ് റേസിന് പെർപെൻഡിക്കുലർ ആയാണ് വെച്ചിരിക്കുന്നത്. ഈ പൊസിഷനിൽ സർഫസിലെ ഇലുമിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായി ഇൻവേഴ്സ് സ്ക്വയർ ലോ നമുക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ പൊസിഷൻ 2ൽ സർഫസ് ചെരിച്ച്, അതായത് ഇൻസിഡന്റ് ലൈറ്റ് റേസിനും സർഫസിന്റെ നോർമലിനും ഇടയിൽ ആംഗിൾ തീറ്റ വരുന്ന രീതിയിലാണ് സർഫസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർഫസിലെ ഇലുമിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ലാംബേർട്സ് കൊസൈൻ ലോ ഉപയോഗിക്കണം. കാരണം സർഫസിലേക്ക് ഇൻക്ലൈൻഡ് ആയിട്ടാണ് റേസ് വരുന്നത്. അണ്ടർ ദിസ് കണ്ടീഷൻ, the illumination of the surface is directly proportional to the cosine of the angle between incident ray and normal of the surface. അതായത് ഇത്തരത്തിൽ സർഫസിന് ഇൻക്ലൈൻഡായി റേസ് വരുന്ന സർഫസിലെ ഇലുമിനേഷൻ ഇത്തരത്തിലുണ്ടായ ആംഗിളിന്റെ കോസ് തീറ്റയ്ക്ക് നേരാനുപാതത്തിൽ ആയിരിക്കും. മാത്തമാറ്റിക്കലി വി ക്യാൻ റൈറ്റ് E equal to 1 by d square cos theta, where d equal to distance between source and surface. ഇലുമിനേഷനുമായി ബന്ധപ്പെട്ട ഈ രണ്ട് നിയമങ്ങളും ടെക്സ്റ്റ് ബുക്കിന്റെ സഹായത്തോടെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇൻവേഴ്സ് സ്ക്വയർ ലോ ലൈറ്റ് റേസിന് പെർപെൻഡിക്കുലറായി ഇലുമിനേറ്റിംഗ് സർഫസ് വരുന്ന സാഹചര്യത്തിലും ലാംബേർട്സ് കൊസൈൻ ലോ ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു സർഫസിലേക്ക് ലൈറ്റ് റേസ് പതിക്കുന്ന സാഹചര്യത്തിലുമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ കൂടുതൽ കാര്യങ്ങൾ വരും പ്രസന്റേഷനുകളിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് പ്രസന്റേഷൻ. ബൈ.